എട്ടാം നാളിലത്തെ പ്രത്യേകത, എട്ടാം നാളിന്റെ പ്രത്യേകത, സ്തോത്രം. എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എട്ടാം നാൾ നീ പരിച്ഛേദന ഏൽക്കണം. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഞാൻ എട്ടാം നാൾ പരിച്ഛേദന ഏറ്റവനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാവുന്നവരല്ലേ എന്ത് ചെയ്യണമെന്ന് അറിയാം. 8 എന്ന ഡേ, 8 എന്ന് ബൈബിളിനകത്തിട്ട് നിങ്ങൾ അതിന്റെ ഫുൾ അത് എടുക്കണം. ആ 8നെ കുറിച്ച് കിട്ടുന്നുണ്ട്. നിങ്ങൾ 8ന്റെ മുഴുവൻ വിവരങ്ങളും കിട്ടും. എട്ടാം നാളിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ സാധിക്കും. എട്ടാം നാൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഏത് ദിവസമാണ്? എന്നാ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അതെന്താണ്? എന്നാണ് ആരാധന കൂടേണ്ടിയ? ഈ അമേരിക്കയിൽ എന്താ പറ്റിയേക്കുന്നറിയോ? ഈ എട്ടാം നാളിനെ ഞാൻ വിട്ടുകളഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞ ആ ആരാധന ആരും വിട്ടുകളയാത്ത ദിവസമായിരുന്നു. ഇന്ന് ഞായറാഴ്ചക്ക് പള്ളിയിൽ പോകാൻ ആർക്കും നേരമില്ല. അതിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോ നിങ്ങൾ കാണുന്ന എക്കണോമിക് ക്രൈസിസ് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം തന്റെ സഭയെ, തന്റെ ജനത്തെ തങ്ങളിലേക്ക് വേർതിരിക്കുന്ന ദിനങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു വാക്യം മാത്രം അതിനെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചിട്ട് ഞാൻ പോയേക്കാം. കൊടുക്കുന്നതാണ് 26-ാം അധ്യായം 9-ാം അധ്യായം 9-ാം. എട്ടാം ദിവസം മോശ അഹരോനെയും പുത്രന്മാരെയും ഇസ്രായേൽമാരെയും വിളിച്ചു. അഹരോനോട് പറഞ്ഞത് എന്തെന്നാൽ, നീ പാപയാത്രയായി ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഹോമയാത്രയായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊട്ടിനെയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. യാഗപീഠത്തിന്റെ ഹോമയും മേസം ദഹിപ്പിച്ച് ജനമില്ലാതെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗത്തെ മേധസ്സും. അപ്പൊ എട്ടാം നാൾ നീ യാഗം അർപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് നിന്റെ യാഗത്തെ പ്രസാദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ എട്ടാം നാളായിരിക്കുന്ന ദൈവത്തിന്റെ ദിനമായിരിക്കുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ദൈവസന്നിധിയിൽ വന്ന് ആരാധന കഴിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായിട്ട് മാറും. ഹല്ലേലൂയ. ആരാധനയെ നിങ്ങൾ അലക്ഷ്യമാക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം. ഈ എട്ടാം നാൾ പ്രത്യേകതയുണ്ട്. നീ പരിച്ഛേദന ഏൽക്കേണ്ട ദിവസമാണ്. ഹല്ലേലൂയ. എല്ലാത്തിൽ നിന്നും ഒരു പരിച്ഛേദന എന്റെയും നിന്റെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. എന്താണ് പരിച്ഛേദന വേണ്ടത്? എട്ടാം നാൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുകൾ പറയാം, ഞാൻ ഇനി ആരാധന മുടക്കത്തില്ലെന്ന് പറയട്ടെ. ഹല്ലേലൂയ. ആരാധിക്കേണ്ടവനെ ആരാധിക്കാൻ അടുത്തു വരുമ്പോ ദൈവം നിന്റെ ആരാധനയിൽ പ്രസാദമുണ്ടാകുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീ പിടിച്ച് കണ്ടതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നത് കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. മുൾപടർപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മുൾപടർപ്പ് ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നു. മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മോശ ആ ഭാഗത്തേക്ക് കടന്നു ചെന്നു. നമ്മളത് ചിന്തിച്ച് മുൾപടർപ്പ് കത്തുന്നു. ഇത് ഈ ലോകത്തിൽ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് കത്തിക്കൊണ്ടിരിക്കുക. എവിടെയാ മുൾപടർപ്പ് കത്തുന്നത്? മരുഭൂമിയിൽ. എന്റെയും നിന്റെയും ജീവിതത്തിൽ പലതും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാഹചര്യം കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെന്നുണ്ടെങ്കിൽ അത് കത്തി ചാമ്പലാകുന്നില്ല, അത് കത്തി നശിച്ചു പോകുന്നില്ല.
പക്ഷെ എന്നുണ്ടെങ്കിൽ മോശ ചിന്തിച്ചു, ഇത് കത്തുന്നില്ല എങ്കിലും ഇത് കത്താതിരിക്കുന്നതിന് കാരണം എന്താണ് എന്ന് ഞാനൊന്ന് നോക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പലരും കത്തിച്ചാമ്പലായി നശിച്ചു പോകാത്തത് കൊണ്ട് ഇന്ന് നോക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കത്തിക്കൊണ്ട് നശിച്ചു പോകാതെ ഇപ്പോഴും നശിച്ചു പോകുന്നില്ലല്ലോ, ഇപ്പോഴും യാതൊരു കുഴപ്പവും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ, ഇത് നശിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ ഇതിനെ നോക്കേണ്ടത്? നീ നോക്കുവാൻ തുടങ്ങുമ്പോൾ യഹോവ നിന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. നീ എപ്പോൾ തിരിഞ്ഞു നിന്ന് ഞാനിത് എന്തുകൊണ്ട് കത്തുന്നില്ല, എന്റെ വിഷയം എന്തുകൊണ്ട് ചാമ്പലാകുന്നില്ല, ഞാനിതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോവുകയാണ്. ആ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നിന്നോട് എന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. മോശ പലപ്പോഴും ഇത് കത്തുന്നത് ഒരു പക്ഷെ കണ്ടിരുന്നിരിക്കും, പക്ഷെ മോശ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? തിരിഞ്ഞ് നോക്കി കാണത്തില്ലായിരിക്കാം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. എന്റെ ജീവിതം കത്തിച്ചാമ്പലാകുവാൻ 96 കത്തിച്ചാമ്പലാകും എന്ന് കണ്ട ഒരു അവസരത്തിൽ ഞാനൊന്ന് ഇത് കത്തി ഇതുവരെയും ചാമ്പലാകുന്നില്ല, ഇതിന് കാരണം എന്താണെന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദൈവം എന്നോട് സംസാരിക്കുവാൻ തുടങ്ങിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സംസാരിക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ കത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മുടെ ചാമ്പലാകാത്ത വിഷയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം, സംസാരിക്കുവാൻ എന്റെ ദൈവം സന്നദ്ധനാണ്, അവൻ അടുത്തു വരികയാണ്. ജനം പറയുകയാണ്, സ്വന്തം നീ ഞങ്ങളോട് സംസാരിക്കരുത് മോശേ, ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്. അവർ ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു മാറുകയാണ്. പറഞ്ഞ മോശേ, നീ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ നിന്റെ വാക്ക് കേട്ടോളാം. ഇന്നും അന്നും തിരിഞ്ഞോടുന്ന ഒരു ജനതയെ കാണുവാൻ സാധിക്കും. നിന്റെ വിഷയത്തിന് വിടുതലുണ്ടാകണമോ, ദൈവം നിന്നോട് സംസാരിക്കട്ടെ. നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമോ, ദൈവം നിന്നോടും എന്നോട് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ അടുക്കൽ മോശ ചോദിക്കുന്നു. അതിന്റെ 14-ാമത്തെ വാക്യം, 13-ഉം 14-ഉം. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നാണ് നിർത്തി, ഞാൻ നിർത്താൻ പാടും. മോശ ദൈവത്തോട് മോശ ചോദിക്കാം, നിന്റെ നാമം എന്താ? ഞാനിക്കറിയത്തില്ല നിന്റെ നാമം. നിന്റെ നാമം എന്താണ്? സംസാരിച്ചപ്പോൾ മോശയ്ക്ക് സംസാരിക്കാൻ സാധിച്ചു. അന്നേരം മോശ ചോദിക്കാണ്, നിന്റെ നാമം എന്ത്? അപ്പൊ ദൈവം എന്താ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞാട്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എന്റെ വിഷയത്തിന് വിടുതലുണ്ട്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ പരിശോധിച്ചാൽ 7 പ്രാവശ്യം ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഈ കുഞ്ഞ് പറയുവാനിടയായി ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. മരിച്ചു കിടക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഓ സ്തോത്രം. ഇതിന് യാതൊരു രക്ഷയുമില്ല. 4 ദിവസമായി ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർത്ത പറഞ്ഞു, യജമാനനെ, കർത്താവേ, അവന് മാറ്റം വെച്ചു തുടങ്ങിയ വിഷയത്തിന്മേൽ എന്റെ കർത്താവ് പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അവൻ പറയാണ്, ഞാൻ അതിന്മേൽ ഉദ്ധരിക്കുന്ന ദൈവമാണ്. നിന്റെ വിഷയം നശിച്ചുമായി ചാമ്പലായി എന്ന് നീ കാണുന്നുവോ, എന്റെ ദൈവം പറയാണ്, ഞാൻ അതിനെ പുനരുദ്ധരിക്കും. പുനരുദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. വാതിലടഞ്ഞു എന്ന് സഹോദരി നീ ചിന്തിക്കുന്നു എങ്കിൽ അവൻ നിന്നോടും എന്നോടും വിളിച്ചു പറയാണ്, ഞാനാണ് വാതിൽ. ഞാൻ തന്നെ വാതിലാകുന്നു. മറ്റൊരുത്തരും നിനക്ക് തുറന്നു തരത്തില്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി
കൊണ്ട് തുറന്നു തരും. ആ വാതിൽ ഞാനാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ആരും ഹല്ലേലൂയ കരുതുവാനില്ലെങ്കിൽ ഞാൻ കരുതുന്ന ഒരു ഇടയൻ ഞാനാണ്. ഞാൻ നല്ല ഇടയനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവജനമേ, സഭായോഗത്തിന് സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങളുടെ വിഷയം കത്തിച്ചാമ്പലാകുന്നില്ലെങ്കിൽ ആ നോക്കി കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. തിരിഞ്ഞു നോക്കുമ്പോൾ യഹോവയായ ദൈവം, ഹല്ലേലൂയ, കർത്താവായ യേശു നിന്നോടും എന്നോടും സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നീ അവനോട് സംസാരിക്കുക. കർത്താവേ, എൻ്റെ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിന്മേൽ ജീവൻ ഉണ്ടാകില്ല, പുനരുദ്ധരിക്കുകയില്ല. അത് നശിച്ചിരിക്കുകയാണ്. അതിന്മേൽ കൊട്ടിയടച്ചിരിക്കുകയാണ്. ആ വാത തുറക്കുവാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ എന്റെ ദൈവം പറയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ഞാൻ തന്നെ ജീവനുമാകുന്നു. ഞാൻ നിങ്ങളുടെ വാതിലാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇതുവരെ ഇത്രയും നേരം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഏകദേശം 2.5 മണിക്കൂറോളം ദൈവം സംസാരിക്കുവാൻ ഈ ഭാഗ്യം തന്നു. സ്തോത്രം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്കറിയത്തില്ല. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ രക്ഷിക്കപ്പെട്ടിട്ട്? എനിക്കറിയത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ സ്നാനപ്പെട്ടില്ല, രക്ഷിക്കപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വാഗ്ദത്തങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുതെയാണ്. ഇവിടെ വന്ന് ആരാധിക്കാം, കാണാം, കണ്ടിട്ട് പോകാം. പക്ഷെ തന്നെ ഇത് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ആരാധിക്കണം. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ഇത്രയും സമയം നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാനും ഇവിടെ ശുശ്രൂഷിപ്പാനും